അജിത് കുമാർ, ആദിക് രവിചന്ദ്രൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. അജിത്തിന്റെ മുൻ സിനിമകളുടെ റെഫറൻസുകളുമായി എത്തിയ പടം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ അജിത് ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ സർപ്രൈസ് മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 212 കോടിയാണ് ഗുഡ് ബാഡ് അഗ്ലി ആകെ നേടിയത്. ആദിക് രവിചന്ദ്രൻ സംവിധാനം നിർവഹിച്ച ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 172.3 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. കുറച്ചധികം നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് മികച്ച വിജയം നേടുന്ന അജിത് സിനിമ കൂടെയാണ് ഗുഡ് ബാഡ് അഗ്ലി. മുൻപിറങ്ങിയ വിടാമുയർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിരുന്നില്ല. തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ഒരു അജിത് ഷോ തന്നെയാണ് സിനിമയെന്ന് പ്രേക്ഷകർ പറയുന്നു. അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം തന്നെ അർജുൻ ദാസ് മികച്ച അഭിനയം കാഴ്ചവെച്ചുവെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ നായികയായി എത്തുന്നത് തൃഷയാണ്. അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ GV പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിക്കുന്നത്. മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. പ്രഭു, പ്രസന്ന, സുനിൽ, ഉഷൌദ്, രാഹുൽ ദേവ്, റെഡിൻ കിങ്സ്ലെ, പ്രദീപ് കബ്ര, ഹാരി ജോഷ്, BS അവിനാശ്, പ്രിയ പ്രകാശ് വാര്യർ, ടിനു ആനന്ദ്, ഷൈൻടോൺ ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.